ജീവിതത്തിൽ എത്രയോ പേർ അത്ഭുതം കാത്തിരിക്കുന്നു. ദൈവമേ, എന്തെങ്കിലും ഒരു വഴി തുറന്നു തരയണമേ. പക്ഷേ ഒരു ചോദ്യം, നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്തോ? കാരണം അതിൽ വലിയൊരു സത്യമുണ്ട്. നിങ്ങൾ ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പറ്റാത്തത് ദൈവം ഉറപ്പായും ചെയ്തു തരും. ഒരു സിമ്പിൾ സ്റ്റോറി. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, ദൈവമേ, ഈ വർഷം നല്ല വിളവ് തരയണമേ. ദൈവം ഒരു ദിവസം ചോദിച്ചു, നീ വിത്ത് വിതറിയോ? ഇല്ല. നിലം ഉഴുതോ? ഇല്ല. വെള്ളം ഒഴിച്ചോ? ഇല്ല. അപ്പോൾ ഞാൻ നിന്റെ മേൽ എന്തനുഗ്രഹമാണ് നൽകേണ്ടത്? ദൈവം വിത്ത് വിതയ്ക്കുന്നില്ല, അവൻ വിതച്ച വിത്തിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ പലരും പറയുന്ന ഒരു തെറ്റുണ്ട്, എൻ്റെ സമയം തീരെ ശരിയല്ല, തീരെ ഭാഗ്യമില്ല. പക്ഷേ സത്യം മറ്റൊന്നാണ്. നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാതെ നമ്മൾ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒരു വാതിൽ പോലും തള്ളി നോക്കാതെ എൻ്റെ മുന്നിൽ ആ വാതിൽ തുറക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര വിചിത്രമാണ്. രാവിലെ പക്ഷികൾക്ക് ഭക്ഷണം കിട്ടും, പക്ഷേ ഭക്ഷണം കൂട്ടിനുള്ളിലേക്ക് വരുന്നില്ല. പക്ഷികൾ പറക്കണം, ഒരുപാട് തിരയണം, ശ്രമിക്കണം. അതിനുശേഷമാണ് ദൈവം ഒരുക്കിയ ആഹാരം അവർക്ക് ലഭിക്കുന്നത്. ദൈവം അവസരങ്ങൾ സൃഷ്ടിക്കും, പക്ഷേ അവ ഉപയോഗിക്കേണ്ടത് നമ്മളാണ്. വിശ്വാസം എന്നത് കാത്തിരിക്കുക മാത്രമല്ല, വിശ്വാസം എന്നത് കൈകെട്ടി ഇരിക്കുക എന്നതല്ല. വിശ്വാസം എന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയാണ്. കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് വിളവെടുപ്പിന് മുമ്പാണ്. വിദ്യാർത്ഥി പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മുമ്പാണ്. ആദ്യം പ്രവർത്തനം, പിന്നെ അനുഗ്രഹം. ന്യൂറോ സയൻസ് പറയുന്നത്, നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം സജീവമാകുന്നു. അപ്പോൾ മുമ്പ് കാണാതെ പോയ പല അവസരങ്ങളും കാണാൻ തുടങ്ങും. ഒരു ജോലി അന്വേഷിക്കുന്ന ആളെ നോക്കൂ. അപേക്ഷകൾ അയക്കാൻ തുടങ്ങുമ്പോൾ, നെറ്റ്വർക്ക് വികസിപ്പിക്കുമ്പോൾ അവസരങ്ങൾ തുറക്കാൻ തുടങ്ങും. അത്ഭുതം നടന്നത് പുറത്തല്ല, അകത്ത് ഒരു മാറ്റം സംഭവിച്ചു. ദൈവം നൽകിയ കഴിവുകൾ പ്രവർത്തനത്തിലായപ്പോൾ വഴികളും തുറന്നു. ജീവിതത്തിലെ 4 ചുവടുകൾ. ഒന്നാമത്തത്, നിങ്ങളുടെ ഭാഗം ചെയ്യുക. പഠിക്കേണ്ടത് പഠിക്കുക, ജോലി ചെയ്യേണ്ടത് ചെയ്യുക, ബന്ധങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. പോയിന്റ് നമ്പർ 2, ക്ഷമയോടെ കാത്തിരിക്കുക. വിത്ത് വിതച്ച ദിവസം തന്നെ മരമാകില്ല, എല്ലാത്തിനും സമയമുണ്ട്. തേർഡ് വൺ, വിശ്വാസം കൈവിടരുത്. എല്ലാ വാതിലുകൾ അടഞ്ഞെന്ന് തോന്നിയാലും ദൈവത്തിന് തുറക്കാൻ കഴിയുന്ന ഒരു വാതിൽ ഉറപ്പായും ഉണ്ടാകും. 4ാമത്തെ പോയിന്റ്, നന്ദിയുള്ളവരായി ജീവിക്കുക. ലഭിച്ചതിന് നന്ദി പറയുന്നവർക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഒറ്റ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റിവെച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു ഫോൺ കോൾ, ഒരു ആപ്ലിക്കേഷൻ, ഒരു പഠനം, ഒരു ക്ഷമാപണം, ഒരു ചെറിയ തുടക്കം. അങ്ങനെയുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യും. കാരണം നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പറ്റാത്തത് ദൈവം ചെയ്തു തരും. നമ്മുടെ കടമ പ്രവർത്തിക്കുകയാണ്. അനുഗ്രഹം നമുക്ക് ഉറപ്പായും പിന്നീട് ലഭിക്കും. ഇന്ന് ഒരു ചെറിയ ചുവട് വെക്കും, അത് നാളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമായേക്കാം. നമ്മൾ ഓർക്കേണ്ടത്, പ്രാർത്ഥിക്കുന്ന കൈകൾ ശക്തമാണ്, പക്ഷെ പ്രവർത്തിക്കുന്ന കൈകളും പ്രാർത്ഥിക്കുന്ന ഹൃദയവും ഒന്നിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ വീണ്ടും പറയാം, പ്രാർത്ഥിക്കുന്ന കൈകൾ ശക്തമാണ്, പക്ഷെ പ്രവർത്തിക്കുന്ന കൈകളും പ്രാർത്ഥിക്കുന്ന ഹൃദയവും ഒന്നിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നന്ദി.